കൊച്ചിയിൽ നിന്ന് ബിബിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. പറയൂ ബിബിൻ. ഹാപ്പി ഈസ്റ്റർ SKN. ഞാനിപ്പോൾ ഇടപ്പള്ളി പള്ളിയിലാണ് നിൽക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇപ്പോൾ ഇതാ നൂറുകണക്കിന് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു. രാവിലെയുള്ള കുർബാന, മറ്റ് തിരുകർമ്മങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നത് അൾത്താരയുടെ ദൃശ്യങ്ങളാണ്. അത്രമേൽ പ്രാർത്ഥനയോടുകൂടി നൂറുകണക്കിന് വിശ്വാസികൾ ആ കുർബാനയിൽ ഇപ്പോൾ പങ്കുകൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ എല്ലാ പീഡനാനുഭവങ്ങളുടെ അവസാനവും സത്യം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഈസ്റ്ററിന്റെ വലിയ സന്ദേശം നമുക്ക് പകർന്നു നൽകുകയാണ്. ഇപ്പോൾ വലിയ നോമ്പിന്റെ ആ ഒരു കാലം കഴിഞ്ഞ് ഇപ്പോൾ ഈസ്റ്ററിന്റെ ആഘോഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ വൈകിട്ടും പള്ളികളിൽ ഉയിർപ്പ് ദിന പ്രത്യേക തിരുമർമ്മങ്ങളും പാതിരാ കുർബാനയും നടന്നിരുന്നു. കൊച്ചി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടേൽ തിരുകർമ്മങ്ങൾക്ക് ഇന്നലെ നേതൃത്വം നൽകി. സമാധാനമില്ലാത്ത ഒരു ലോകത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുവെന്നും സമാധാനത്തിന്റെ പാതയിലൂടെ മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണമെന്നുള്ളതും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ഒപ്പം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ആന്റണി വാലുക്കൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. നെല്ലിമോളം സെന്റ് മേരീസ് സെഹിയോൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ യാക്കോബായ സഭാധ്യക്ഷൻ ബെസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ തിരുകർമ്മങ്ങൾക്ക് ഇന്നലെ നേതൃത്വം നൽകി. നമുക്കറിയാവുന്ന പോലെ തന്നെ പള്ളികളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും പൂർവികരുടെ കല്ലറകളിൽ പ്രാർത്ഥിക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരു നീതി നിഷേധമാണെന്ന് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു. ഒപ്പം ഇന്നിപ്പോൾ ഈ ഇടങ്ങളിലേക്ക് എത്തുകയും ഒപ്പം തന്നെ ബന്ധുക്കളുടെയും മറ്റു പ്രത്യേകമായിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ആ ഒരുമിച്ച് ചേരലിന്റെ ഒരു ആഘോഷം കൂടിയായി ഈസ്റ്റർ മാറുകയാണ്. അതിലേക്ക് കൂടി ഇതാ ഇപ്പോൾ ഈ കർമ്മങ്ങൾക്ക് ശേഷം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഓരോ വീട്ടകങ്ങളും കിടക്കും എന്നുള്ളത് കൂടി ഈസ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യാശയായി പ്രതീക്ഷയായും നിൽക്കുന്നു. യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തിലായിരുന്നു ഇന്നലെ പ്രധാനപ്പെട്ട പിതാക്കന്മാരെല്ലാം തന്നെ സംസാരിച്ചത്. കാരണം അത്രത്തോളം വലിയൊരു പ്രതിസന്ധിയിലൂടെ വിഷമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് സമാധാനവും സ്നേഹവും നിലനിർത്തണം. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളത് ഓരോ പ്രധാനപ്പെട്ട പണ്ഡിതരും നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് കൂടി ഈ ഒരു ഈസ്റ്ററിന്റെ സന്ദേശത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റ് ഇപ്പോൾ ഇതാ അതിന്റെ കർമ്മങ്ങൾ ഓരോ സ്ഥലങ്ങളിലായി നടക്കുന്നു. രാവിലെയുള്ള ഇപ്പോൾ കുർബാന വിശേഷങ്ങൾ ഓരോ പള്ളികളിലായി നടക്കുന്നു എന്നുള്ളത് കൂടിയാണ് കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാഴ്ച. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ആഘോഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും പള്ളികളിലേക്ക് എത്തുകയും അവരുടെ വോട്ടുറപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ഇനിയുള്ള മണിക്കൂറുകളിൽ ചെയ്യുമെന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ഒന്ന് പറയുകയാണ്. SKN. താങ്ക് യു ബിബിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.